ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കർ രവികുമാർ വക്കീലിനോട് പറയുന്നുണ്ട്, ആ JK ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, പക്ഷേ അർച്ചനയെ വിവാഹം കഴിക്കാൻ പാടില്ല. അർച്ചനയ്ക്ക് ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാവാൻ പാടില്ല. ഞാനൊരു കല്യാണം കഴിച്ചു, അതെൻ്റെ മിടുക്ക്. അവളെ LLB എടുത്ത് വക്കീലായത് തന്നെ എനിക്കൊരു പാരയാണ്. എൻ്റെ കരിയറിൽ നഷ്ടങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് അവൾ കോട്ടിട്ടതോടുകൂടിയാണ്. താരമെന്ന് വിചാരിച്ച പല കേസുകളിലും അവൾ ജയിച്ചു. ഞാൻ തോറ്റതിലല്ല, അവൾ ജയിച്ചതിലാണ് എനിക്ക് പ്രശ്നം. പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ എന്നെ തോൽപ്പിച്ച് അസോസിയേഷൻ പ്രസിഡന്റ് ആയത്. ഈ കാരണവശാലും അർച്ചന എവിടെയും ജയിക്കാൻ പാടില്ല. ഞാൻ ആകെ ടോട്ടലി ഡിസ്റ്റർബഡ് ആണ്. അർച്ചന സന്തോഷിക്കുന്നത് അതെനിക്ക് സഹിക്കാനാവില്ല എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറഞ്ഞ് ആകെ മൂഡ് ഔട്ടായി ഇരിക്കുകയാണ്. രവികുമാർ അപ്പം മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇയാളെ കുടിപ്പിക്കാൻ പറ്റിയ സമയമാണെന്ന് കരുതി ബാഗിൽ നിന്നും വേഗം തന്നെ മദ്യക്കുപ്പിയെടുത്ത് ഗ്ലാസ്സിലൊഴിച്ച് വിജയ് ശങ്കറിന് കൊടുക്കുകയാണ്. മദ്യം കാണുന്നതും വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഞാനിപ്പോൾ വിചാരിച്ചുള്ളൂ ഒരു ഡ്രിങ്ക്സ് കഴിച്ചാലോ എന്ന്. എൻ്റെ മനസ്സറിയുന്നവനാണ് രവികുമാർ എന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അങ്ങനെ ആ മദ്യമെടുത്ത് കുടിക്കാനായി പോവുകയാണ്. എന്നാൽ പിന്നീട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ വേണ്ട, മദ്യപിച്ചിട്ടല്ല പ്രതികാരം തീർക്കേണ്ടത് അർച്ചനയുടെ അടുത്ത്. ഇപ്പൊ എന്തായാലും ഗ്ലാസ്സിൽ ഒഴിച്ചു പോയില്ലേ, ഇത് താനെന്നെ കുടിക്കെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അത് രവികുമാറിന് കൊടുക്കുകയാണ്. രവികുമാർ അത് അപ്പൊ തന്നെ വാങ്ങിച്ചു കുടിക്കുന്നുണ്ട്. പിന്നീട് മഞ്ജു ചന്ദ്രയെ ഫോണിൽ വിളിക്കുകയാണ്. വിളിച്ചിട്ട് അർച്ചനയെ JK കാണാൻ വന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഞ്ജു നടത്തിയ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ചന്ദ്ര അങ്ങനെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, എന്തായാലും മഞ്ജു, അന്ന് ആ യഥാർത്ഥ ഗിഫ്റ്റ് ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിച്ചത് ഇപ്പൊ ഉപകാരമായില്ലേ? എന്തായാലും നിന്റെ ബുദ്ധിനെ സമ്മതിച്ചു, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നെല്ലാം മഞ്ജുവിനെ കുറിച്ച് ചന്ദ്ര അങ്ങനെ പറയാണ്. ഇതെല്ലാം കേട്ട് മഞ്ജുവിനാകെ സന്തോഷാവുന്നുണ്ട്. മഞ്ജു എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഇത്രയും സൗന്ദര്യമുള്ളത് കൊണ്ട് എനിക്ക് ബുദ്ധിയില്ലെന്നാണ്, പക്ഷേ എനിക്ക് നല്ല ബുദ്ധിയുണ്ട് ചേച്ചി എന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ ഇത് കേട്ട് ചന്ദ്രയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല. ചന്ദ്രയാണെങ്കിൽ ഇത് കേട്ട് ദേഷ്യത്തോടെ ഫോണ് കട്ട് ചെയ്യാണ്. അതിനുശേഷം വക്കീൽ ഓഫീസിൽ ഇരുന്നു കൊണ്ട് അർച്ചനയും ദീപ്തിയും സംസാരിക്കുന്നുണ്ട്. ദീപ്തി പറയുന്നുണ്ട്, അർച്ചനെ എത്രയും പെട്ടെന്ന് ആ ശില്പയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണം, അവളെ കണ്ടുപിടിക്കണമെന്ന് പറയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, അവളുടെ വീട്ടിൽ പോയിരുന്നു, പക്ഷേ അവൾ അവിടെ നിന്ന് മാറി താമസിക്കുകയാണ് ഇപ്പോൾ, നമ്മളുടെ കണ്ണിൽ പെടാതിരിക്കാനായിരിക്കും എന്നങ്ങനെ പറയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, വിജയ് ശങ്കറുമായിട്ട് ശില്പയ്ക്ക് കോണ്ടാക്ട് ഉണ്ട്. അതുകൊണ്ടാണ് അന്ന് നിന്നോട് സംസാരിച്ചു നിൽക്കുമ്പോൾ ജഗദീഷിനെ കണ്ടപ്പോൾ അവൾ പേടിച്ചോടിയത്. ശില്പ അന്ന് വിജയ് ശങ്കറിന്റെ വീട്ടിൽ പോയിരുന്നുവെന്ന് ആര്യ പറഞ്ഞപ്പോഴേ ഞാൻ കാര്യങ്ങളെല്ലാം ഊഹിച്ചതാണ്. സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അയാൾ എന്തും ചെയ്യും, ആരോടും വിലപേശും, വിരോധമുള്ളവരെ അപകടപ്പെടുത്താനും അയാൾ മടിക്കില്ല. എനിക്കറിയുന്നത് പോലെ അയാളെ വേറെ ആർക്കും അറിയില്ല. ഞാൻ അയാളെ ഡിവോഴ്സ് ചെയ്യാൻ കാരണം അന്നത്തെ രാത്രിയാണ്. ഇന്ന് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എന്നെയും എൻ്റെ അനിയന്മാരെയും അയാൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അങ്ങനെയാണ് ഞാൻ അയാളെ ഡിവോഴ്സ് ചെയ്യാമെന്ന തീരുമാനത്തിലെത്തിയത്. അയാളുടെ കൂടെയാണ് ഞാൻ താമസമെങ്കിൽ ഇപ്പോൾ എൻ്റെ അനിയന്മാരാരും നല്ലൊരു നിലയിലെത്തില്ലായിരുന്നു. ജീവിതം ഇപ്പോഴും അടുക്കളയിലാവുമായിരുന്നു. ഞാൻ അയാളുടെ കൂടെ ജീവിച്ചപ്പോൾ ഒരുപാട് സഹിച്ചു ദീപ്തി. അയാൾ എന്തോ വലിയൊരു സംഭവമായിരുന്നു എന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയത്. പിന്നീടാണ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് അയാളുടെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായത്. എന്നെക്കുറിച്ച് നല്ലൊരു ഇമേജ് മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ അയാൾക്ക് നല്ല സാമർഥ്യമുണ്ട്. ശരിക്കും സ്വാർത്ഥനായ ഒരു വ്യക്തിയാണ് വിജയ് ശങ്കർ. സ്വന്തം കാര്യം നേടാൻ അയാൾ എന്തും ചെയ്യും എന്നും ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അയാളുടെ കൂടെ ഇപ്പോഴും ഞാൻ അയാളുടെ ഭാര്യയായി ജീവിച്ചിരുന്നെങ്കിൽ എനിക്കൊരു മോചനം ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ പോട്ടെ, ശില്പയുടെ കാര്യമാണ് നമ്മൾ സംസാരിച്ചിരുന്നത്, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നമുക്കൊരു നമ്പർ പ്രയോഗിച്ച് അവളെ വിളിച്ചു വരുത്താം. എൻ്റെ അടുത്ത് അവളുടെ നമ്പർ ഉണ്ടല്ലോ, അന്ന് അച്ഛൻ്റെ ഫോണിൽ നിന്ന് എടുത്തിട്ടുണ്ടല്ലോ, ആ നമ്പർ ഒന്ന് എനിക്ക് തന്നേ എന്ന് പറഞ്ഞ് ദീപ്തി അങ്ങനെ ശില്പയുടെ നമ്പർ വാങ്ങി ശില്പയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ശില്പ ഫോൺ റിങ് ചെയ്യുന്നതും ഫോൺ എടുത്ത് ആരായെന്ന് ചോദിക്കുകയാണ്. പേര് മാറ്റി പറഞ്ഞുകൊണ്ട് ദീപ്തി അങ്ങനെ ശില്പയോട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ അറിയാം, ഞാൻ അനു സുനു സൈമൺ, ഒരു വർക്കിന്റെ കാര്യം സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്. എനിക്ക് ശില്പയുടെ കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങളെ കൊട്ടേഷൻ ഏൽപ്പിച്ച ഒരാളാണ് എനിക്ക് ഈ നമ്പർ തന്നത്. ശില്പ ഒരു വർക്ക് ഏറ്റാൽ അത് കൃത്യമായി ചെയ്തു തരുമെന്ന് അയാൾ എന്നോട് പറഞ്ഞു. ആദ്യം തന്നെ ഞാൻ ഒരു 50,000 രൂപ കയ്യിൽ തരാം. കൊട്ടേഷൻ കഴിഞ്ഞിട്ട് ശില്പ പ്രതീക്ഷിക്കുന്നതിലും അധികം ക്യാഷ് ഞാൻ തരാമെന്ന് ദീപ്തി അങ്ങനെ പറയുമ്പോൾ ശില്പാകെ ഞെട്ടുന്നുണ്ട്. എന്തായാലും നല്ലൊരു കൊട്ടേഷൻ തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് ശില്പയ്ക്ക് മനസ്സിലാവുകയാണ്. എങ്ങനെയെങ്കിലും ഈ കൊട്ടേഷൻ പിടിക്കണമെന്ന് ശില്പ അങ്ങനെ പറയുന്നുണ്ട്. എന്താണ് കാര്യം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ശില്പ അങ്ങനെ ചോദിക്കുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ഫോണിൽ പറയുന്നത്, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം, പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ദീപ്തി അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ വിജയ് ശങ്കർ
വിജയശങ്കറിന്റെ ചതി കണ്ടുപിടിക്കാനായി ശില്പയെ കാണാനായി അർച്ചനയും ദീപ്തിയും തീരുമാനിക്കുകയാണ്. പിന്നീട് ചിന്നു പോയി ലവ് ബേർഡ്സിനോടെല്ലാം അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയശങ്കർ വരുന്നത്. വിജയശങ്കർ വന്ന് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോളെ നീ അന്ന് കോളേജ് മാറണമെന്ന് എന്നോട് പറഞ്ഞില്ലേ, ഇന്ന് നിന്റെ അമ്മ സമ്മതിച്ചില്ല. ഇപ്പൊ എനിക്കെന്തോ ആ കോളേജിൽ നീ പഠിക്കുന്നത് എനിക്കിഷ്ടമല്ല. ആ JK അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണത്. നിന്നെ ഞാൻ ആ കോളേജിൽ നിന്നും മാറ്റാനായി തീരുമാനിച്ചു. നമുക്ക് വേറൊരു കോളേജിലേക്ക് പോകാമെന്ന് വിജയശങ്കർ അങ്ങനെ പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, ഞാൻ ഇനി അവിടെ തന്നെ പഠിച്ചോളാം. പെട്ടെന്ന് കോളേജ് മാറുമ്പോൾ അതെന്റെ പഠിത്തത്തെ ബാധിക്കും. അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് അവിടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അവരെ ഒന്നും പിരിഞ്ഞിട്ട് പോവാൻ എനിക്ക് ഒരു ആഗ്രഹവുമില്ല എന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, കോളേജ് മാറ്റുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ യൂണിവേഴ്സിറ്റിയിൽ എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ JK പഠിക്കുന്നിടത്ത് എൻ്റെ മോൾ പഠിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കെന്തോ അയാളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് കരുതി ഞാൻ എൻ്റെ തീരുമാനം മോളെ അടിച്ചേൽപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. മോള് ആലോചിച്ചൊരു തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിജയശങ്കർ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ദീപ്തി അയച്ചു കൊടുത്ത ലൊക്കേഷൻ പ്രകാരം ശില്പ ആ സ്ഥലത്ത് എത്തുകയാണ്. ഇല്ലാത്ത ഒരു വീടിനകത്തേക്ക് ശില്പ കയറുകയാണ്. ഇത് തന്നെയാണ് ലൊക്കേഷൻ. പക്ഷേ ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ, എന്തായാലും അവരെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ശില്പ അങ്ങനെ ദീപ്തിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ദീപ്തി എപ്പോഴേക്കും ശില്പയുടെ അടുത്തേക്ക് വരികയാണ്. ദീപ്തിയെ കാണുന്നതും ശില്പ ആകെ ഞെട്ടുന്നുണ്ട്. നിങ്ങൾ വക്കീലല്ലേ? നിങ്ങൾ എന്തിനാണ് പേര് മാറ്റി പറഞ്ഞ് എന്നെ വിളിച്ചത്? നിങ്ങൾ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത് എന്നങ്ങനെ ആകെ ടെൻഷനായിക്കൊണ്ട് ശില്പ ചോദിക്കുകയാണ്. ദീപ്തി അപ്പ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരു വർക്ക് തരാൻ വേണ്ടിയാണ് ശില്പയെ വിളിച്ചതെന്ന് പറയാണ്. ശില്പ അപ്പ പറയുന്നുണ്ട്, ഞാൻ പുതിയ വർക്കൊന്നും എടുക്കുന്നില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ശില്പ വേഗം തന്നെ ദീപ്തിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതും അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാണ് ശില്പേ, നമുക്ക് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞ് ശില്പയുടെ അടുത്തേക്ക് അച്ഛൻ അങ്ങനെ പോകുന്നതും ശില്പ ഓടി രക്ഷപ്പെടാനായി നോക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനെയും ദീപ്തിയും ശില്പയെ പിടിച്ചു വെക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ ആ റൂമിന്റെ വാതിൽ അടയ്ക്കുകയാണ്. ശില്പയാണെങ്കിൽ ദീപ്തിയെയും അർച്ചനയും പേടിപ്പിക്കുന്നുണ്ട്. ഞാൻ നാട്ടുകാരെ വിളിക്കും, മര്യാദയ്ക്ക് എന്നെ വിട്ടോ എന്നൊക്കെ പറയാണ്. ദീപ്തിക്കാണെങ്കിൽ ദേഷ്യം വന്ന് ശില്പയെ പിടിച്ചടിക്കുന്നുണ്ട്. മിണ്ടാതിരുന്നോ, ഞങ്ങളോട് നീ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോയാ മതി. 2 കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയണം, അതെല്ലാം നീ ഞങ്ങളോട് പറഞ്ഞാൽ നിനക്ക് വന്ന പോലെ തിരിച്ചു പോവാം എന്നങ്ങനെ പറയാണ്. അതിനുശേഷം അർച്ചന ഡയറക്റ്റായി തന്നെ ശിവനെ കുടുക്കിയതിന്റെ കാര്യവും അതിൽ വിജയശങ്കറിനും ചന്ദ്രയ്ക്കുമുള്ള റോളിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആദ്യം സത്യങ്ങളെല്ലാം ശില്പ പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും ദീപ്തി വീണ്ടും ശില്പയെ പിടിച്ചടിക്കുകയാണ്. അങ്ങനെ അർച്ചന ചോദിക്കുന്നതിനുള്ള മറുപടിയെല്ലാം ശില്പ അങ്ങനെ പറയുന്നുണ്ട്. സത്യങ്ങളെല്ലാം അറിഞ്ഞതിനു ശേഷം അർച്ചന ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് അർച്ചന പറയുന്നുണ്ട്, ഇതെല്ലാം നീ കോടതിയിൽ വന്ന് പറയണം, പറയാൻ നീ തയ്യാറാവോ എന്ന് ചോദിക്കുമ്പോൾ ശില്പ പറയുന്നുണ്ട്, ഞാൻ സത്യങ്ങളെല്ലാം പറയാം, കോടതിയിൽ വരാമെന്ന് പറയാണ്. ദീപ്തി അപ്പ പറയുന്നുണ്ട്, നീ സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പൂട്ടും, പിന്നെ നീ പുറം ലോകം കാണില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അതിനുശേഷം ചിന്നുവിന്റെ കോളേജ് മാറ്റുന്നതിനെ കുറിച്ച് ചന്ദ്രയും വിജയശങ്കറും സംസാരിക്കുന്നുണ്ട്. ചിന്നു എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ എന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ വിജയശങ്കർ പറയുന്നുണ്ട്, ചിന്നു ഒന്നും പറഞ്ഞിട്ടില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, അവൾ എന്താലോചിക്കാനാണ്, അവൾ എന്തായാലും കോളേജ് മാറാൻ തയ്യാറാവില്ല. വിജയേട്ട് സംസാരിച്ചതിന് ശേഷം അവൾ അർച്ചനയെ വിളിച്ചു കാണും. അച്ഛൻ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ JKയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. JK ഇതിനെല്ലാം സമ്മതിക്കുവോ എന്നെല്ലാം ചന്ദ്ര അങ്ങനെ പറയുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.